പ്രണാമം. പ്രണാമം. സുധീഷ്ണ മഹർഷി, അങ്ങയെ കാണാൻ ഇടവന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. പ്രഭു, ശ്രീരാമചന്ദ്ര, എൻ്റെ കണ്ണുകൾ എന്നുതൊട്ടോ അങ്ങയെ കാണാൻ വേണ്ടി ഉഴറുകയായിരുന്നു. അനന്തഗുണവാനും അപ്രമേയനുമായ അങ്ങയുടെ നാമം സദാ ജപിച്ചു കഴിയുകയാണ് ഞാൻ. അങ്ങയുടെ ദർശനം തന്നെ സംസാരസാഗരം കടക്കാനുള്ള വിശിഷ്ടമായ നൗകയാണ്. ഈ ദർശനം എനിക്ക് ജീവിത സാക്ഷാത്കാരമാകുന്നു ഭഗവാനെ. അല്ലയോ സുധീഷ്ണ മഹർഷി, അങ്ങയുടെ മനസ്സ് എന്നോടുള്ള ഭക്തി കൊണ്ടും എന്നെ സ്മരിച്ചുകൊണ്ടുള്ള ഉപാസന കൊണ്ടും നിർമ്മലമായി കഴിഞ്ഞുവെന്ന് എനിക്കറിയാം. അങ്ങയുടെ ലക്ഷ്യത്തിൽ ഞാനല്ലാതെ മറ്റൊന്നില്ല. മഹർഷി, ഒന്നറിയുക, ഈ ലോകത്ത് എന്നെ മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നവരെ, എന്നെ ശരണം പ്രാപിച്ചവരെ, എന്നിലൂടെയല്ലാതെ മറ്റൊരു ഗതി ആഗ്രഹിക്കാത്തവരെ ഞാൻ കൈവിടിയില്ല. ദർശനം നൽകി അനുഗ്രഹിക്കുന്നു. എൻ്റെ ഉപാസനയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട് അങ്ങിപ്പോൾ തന്നെ ജീവൻ മുക്തനാണ്. ഈ ശരീരബന്ധം അവസാനിച്ചാൽ അങ്ങ് എൻ്റെ സായുജ്യ പദത്തിൽ വന്നു ചേരും. തൃപ്തിയായി പ്രഭു, ജീവിതം ധന്യമായി. അങ്ങ് അരുളി ചെയ്ത ഈ സൗഭാഗ്യമെല്ലാം തന്നെ എൻ്റെ നിരന്തര ഭക്തി കൊണ്ട് മാത്രമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു പ്രഭു. അതേ മഹർഷി, ഭക്തി കൊണ്ട് നേടാനാവാത്തത് ഒന്നുമില്ല. അഥവാ ഭക്തി കൊണ്ട് എന്തും നേടാനാകൂ എന്നതാണ് സത്യം. അതറിയുന്നത് ആരായാലും അവർക്ക് മോക്ഷമാർഗം സുഗമമാണ്. ഇത് ഉപനിഷത്ത് തന്നെയാണ് ഭഗവാനെ. ഈ വാക്കുകളിൽ ഞാൻ പരബ്രഹ്മ സാമീപ്യം അറിയുന്നു. മഹർഷി, അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെന്നെ അഗസ്ത്യ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. തീർച്ചയായും ശ്രീരാമചന്ദ്രദേവ, നാളെ തന്നെ നമുക്ക് അഗസ്ത്യ മഹർഷിയെ കാണാൻ പുറപ്പെടാം. ഏറെ നാളുകളായി ഞാനും അദ്ദേഹത്തെ കണ്ട് വണങ്ങിയിട്ട്. പോകാം, നാളെ തന്നെ പോകാം. വരൂ. അങ്ങനെ പറയുമ്പോൾ ഭഗവാൻ ഭൂപാലനത്തിനായി 3 വിധത്തിൽ ജന്മമെടുക്കുന്നു. ഈ 3 വിധത്തിലുള്ള ജന്മങ്ങളിലും ഏറ്റവും വിശേഷമായത് അവതാരമാണ്. എങ്കിൽ ഗുരു, മറ്റു 2 ജന്മങ്ങളെ എന്തു വിളിക്കുന്നു? ഭഗവാന്റെ മറ്റ് 2 ജന്മസ്വരൂപങ്ങളെയും ആവേശമെന്നും അംശാവതാരങ്ങളെന്നും വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതാരമാണ്, പൂർണ്ണ അവതാരം. രാക്ഷസ നിഗ്രഹത്തിനായി ബ്രഹ്മാദിദേവന്മാരുടെയും ഭൂമാതാവിന്റെയും അപേക്ഷ പ്രകാരം ജന്മമെടുത്ത പൂർണ്ണ അവതാരം. അദ്ദേഹം ജന്മമെടുത്തു കഴിഞ്ഞോ ഗുരു? അതെ, അദ്ദേഹം അയോധ്യയിൽ ദശരഥപുത്രനായി ജന്മമെടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഭഗവാന്റെ ജന്മദൗത്യമായ രാക്ഷസ നിഗ്രഹാർത്ഥം ഈ ദണ്ഡകാരുണ്യത്തിലേക്ക് പുറപ്പെട്ടും കഴിഞ്ഞു. അപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാക്ഷസ പീഡ അവസാനിക്കാൻ സമയമായിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ഭൂഭാരം കുറയ്ക്കാനുള്ള രാമായനം, രാമന്റെ സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞു. പുരുഷോത്തമനായ ആ രാമന്റെ ദർശനത്തിനും രാമന്റെ അനുഗ്രഹത്തിനുമായി നമ്മൾ കാത്തിരിക്കുക. രാമ 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 അഗസ്ത്യ മഹർഷിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുന്നു. പക്ഷേ കേട്ടതൊക്കെയും അപൂർണവും അവ്യക്തവുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചിലതറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് മഹർഷി. മിത്രാവരുണന്മാരിൽ മിത്രന്റെ, സൂര്യന്റെ പുത്രനായിട്ടാണത്രേ അഗസ്ത്യ മഹർഷിയുടെ ജനനം. വിദർഭ രാജപുത്രിയായ ലോപമുദ്രയെ അദ്ദേഹം വധുവാക്കി. പിന്നെ എത്രയോ ദേവകാര്യങ്ങളിൽ മുഖ്യ പങ്കാളിയായി. സമുദ്രാന്തർഭാഗത്തൊളിച്ചിരുന്ന കാലകേയന്മാരെ പിടിക്കുന്നതിനായി സമുദ്രം കുടിച്ചു വറ്റിച്ചു. അഹങ്കാരത്തോടെ വളർന്നുയർന്ന് സൂര്യമാർഗം മുടക്കി നിന്ന വിന്ധ്യപർവ്വതത്തെ ചവിട്ടിത്താഴ്ത്തി അദ്ദേഹം ദക്ഷിണ ദിക്കിലേക്ക് പോന്നു. പിന്നെ തിരികെ പോയിട്ടില്ല. അത്രയ്ക്ക് അജയ്യമായ തപസിദ്ധിയുള്ള പുണ്യാത്മാവിനെ കാണാൻ കഴിയുന്നത് തന്നെ പുണ്യമാണ്. ഇനിയും നമ്മൾ ഏറെ ദൂരം നടക്കേണ്ടതുണ്ടോ അഗസ്ത്യാശ്രമത്തിലെത്താൻ? വരൂ, അല്പം കൂടി മുന്നോട്ട് നടക്കൂ.
പ്രഭു, അങ്ങും സീതാദേവിയും അനുജനും ഇവിടെ വിശ്രമിക്കൂ. ഞാൻ ചെന്ന് അഗസ്ത്യ മഹർഷിയുടെ അനുമതി വാങ്ങി വരാം. അടുത്ത് തന്നെയാണോ അഗസ്ത്യാശ്രമം? എങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട, ആശ്രമം അടുത്ത് തന്നെയാണ്. പക്ഷേ ക്ഷിപ്രകോപിയായ അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങിയിട്ട് കാണുന്നതായിരിക്കും ഉചിതം. എന്നാൽ അങ്ങനെ ആവട്ടെ. ദേവി, വല്ലാതെ ദുർഘടമാണ് ഈ വനസഞ്ചാരം. ദേവി വല്ലാതെ ക്ഷീണിച്ചുവെന്ന് തോന്നുന്നു. ഇല്ല ദേവാ, ആര്യപുത്രൻ സഞ്ചരിക്കുന്ന വനവീഥി എനിക്ക് അയോധ്യ രാജധാനി തന്നെയാണ്. അങ്ങയുടെ പുൽക്കുടിൽ എനിക്ക് മണിസൗധമാണ്. സീതേ, നീ ക്ഷമാപുത്രിയല്ല, ക്ഷമ തന്നെയാണ്, ഭൂമി തന്നെയാണ്. ലക്ഷ്മണ, കൽപ്പിച്ചാലും ജ്യേഷ്ഠ. ബലയും അതിബലയും ശീലിച്ച നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടാവില്ല. സീതയ്ക്ക് അതുണ്ട്. ചെല്ലു, സീതയുടെ ദാഹവും വിശപ്പും മാറ്റാൻ എന്തെങ്കിലും കൊണ്ടുവരും. ഞാൻ ഉടനെ വരാം ജ്യേഷ്ഠ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ. പ്രണാമം ഗുരു. ശുഭം ഭവിക്കട്ടെ. പറയൂ സുധീഷ്ണ, ക്ഷേമം തന്നെയല്ലേ? എന്താണ് ആഗമനോദ്ദേശം? ഗുരു, ഞാൻ ഒറ്റയ്ക്കല്ല. എന്നോടൊപ്പം ദശരഥ നന്ദനായ ശ്രീരാമൻ പത്നി സീതയോടും അനുജൻ ലക്ഷ്മണനോടും കൂടി വന്നിട്ടുണ്ട്. ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടെന്നോ? എന്നിട്ട് എവിടെ എവിടെ? അദ്ദേഹം ആശ്രമവാടത്തിന് പുറത്തു നിൽക്കുകയാണ് പ്രഭു. അവിടുത്തെ അനുവാദം ലഭിച്ച ശേഷം അകത്തേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അങ്ങയുടെ അനുവാദം ചോദിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത്. സുധീഷ്ണ, ആരെയാണോ മുനികുലം അദമ്യ ഭക്തിയോടെ അന്വേഷിക്കുന്നത്, ആ മര്യാദാ പുരുഷോത്തമൻ അനുവാദം വാങ്ങാതെയാണ് ആശ്രിത മനസ്സിൽ ഇടം നേടുന്നത്. അങ്ങനെ മുനിമാനസങ്ങളിൽ ഇടം പിടിച്ച ആ രാമന് അഗസ്ത്യാശ്രമത്തിലേക്ക് വരാൻ അനുവാദം ആവശ്യമുണ്ടോ? ഞാൻ അദ്ദേഹത്തെ ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തെയും ധ്യാനിച്ച് കഴിയുകയാണ്. ക്ഷമിച്ചാലും ഗുരു, ഞാനത് അറിഞ്ഞിരുന്നില്ല. ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സുധീഷ്ണ, ഞാനും വരാം. നമുക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് വണങ്ങാം. അവിടത്തെ ഹിതം. ചെല്ലു. ആശ്രമത്തിൽ ചെന്ന് ഞാൻ ശ്രീരാമചന്ദ്രന് കൊടുക്കാൻ ഒരുക്കി വെച്ചിട്ടുള്ള ആയുധങ്ങൾ എടുത്തു വരൂ. അവിടുത്തെ ആജ്ഞ പോലെ. സുധീഷ്ണ, ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്കുള്ള വഴി കാണിക്കൂ. വന്നാലും ഗുരുദേവ. ശ്രീരാമചന്ദ്രന് പ്രണാമം. പ്രണാമം. ആയുഷ്മാൻ ഭവ. ദീർഘസുമംഗലീ ഭവ. ആയുഷ്മാൻ ഭവ. ലോകാഭിരാമ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഇന്ന് അങ്ങയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ അതിരറ്റ ഭാഗ്യം കൊണ്ട് തന്നെയാണ്. ഈ ദിവസം എനിക്ക് ജന്മസാഫല്യം തന്നെയാണ് രാമ. ഞങ്ങൾക്കും ഇത് സാഫല്യത്തിന്റെ നിമിഷങ്ങളാണ് മഹാമുനി. അല്ലയോ ശ്രീരാമചന്ദ്ര, അന്ന് പാൽക്കടൽ കരയിൽ വന്ന് ബ്രഹ്മദേവൻ അങ്ങയോട് ഭൂമിഭാരം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാവണനെ നിഗ്രഹിച്ച് ഭൂഭാരം തീർക്കാമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തു. ആ ദിനം മുതൽ ഞാനിവിടെ
ഈ ദണ്ഡകാരുണ്യത്തിൽ തപസ് അനുഷ്ഠിച്ച് കാത്തിരിക്കുകയാണ് അങ്ങേ. അങ്ങയെ തന്നെ വിചാരിച്ചുകൊണ്ട് ഇക്കാലം അത്രയും ഇവിടെ കഴിഞ്ഞ എനിക്ക് ദർശനമരുളാൻ അങ്ങ് വന്നുവല്ലോ. മഹർഷി, ത്രികാലജ്ഞാനിയായ അങ്ങയുടെ നിഗമനങ്ങളിൽ വീഴ്ച വരിക സാധ്യമല്ലല്ലോ. രാമൻ വരും എന്ന് അങ്ങ് ചിന്തിച്ചാൽ രാമന് വരാതിരിക്കാനാവില്ല. ഇത് രാമൻ എത്തിയിരിക്കുന്നു. രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം മാത്രമേ മടക്കമുള്ളൂ. അതിന് രാവണ നിഗ്രഹത്തിനുള്ള മാർഗം തെളിയണം. അനാദിപുരുഷനായ അങ്ങയുടെ ഹിതാനുഷ്ഠാനങ്ങൾക്കുള്ള മാർഗം അങ്ങ് തന്നെ നിശ്ചയിക്കുന്നതായിരിക്കുമല്ലോ പ്രഭു. ആ നിലയ്ക്ക് രാവണ നിഗ്രഹം എങ്ങനെ സംഭവിക്കുമെന്നത് അങ്ങ് തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ. എല്ലാം അതാതിൻ്റെ സമയത്ത് അനുയോജ്യമായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരും. ആ വേളയിൽ എൻ്റെ ഭക്തന്മാരായവർ, എന്നെ ഉപാസിക്കുന്നവർ എല്ലാം തന്നെ ഭൗതിക ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. അതെ പ്രഭു, അതെനിക്കറിയാം. അങ്ങയുടെ ഭക്തി കൊണ്ട് ധന്യരായിരിക്കുന്നവർ മുക്തരായിത്തീരും. എന്നാൽ അങ്ങയോടുള്ള ഭക്തിയിൽ വിമുഖതയുള്ളവർ സ്വപ്നത്തിൽ പോലും മോക്ഷപദത്തിൽ എത്തിച്ചേരുകയില്ല തന്നെ. രാമ, ഈ ദിവ്യായുധങ്ങൾ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സൂക്ഷിക്കുകയായിരുന്നു. ഇതാ, സ്വർണവർണ്ണ അലങ്കൃതമായ ഈ ചാപം ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതാണ്. സാക്ഷാൽ മഹാവിഷ്ണു എടുത്തു പെരുമാറിയതാണ് ഈ വില്ല്. ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ദേവദേവനായ സാക്ഷാൽ നാരായണൻ ദേവപക്ഷത്ത് നിന്നുകൊണ്ട് ഈ വില്ലെടുത്ത് അസുരന്മാരെ നേരിട്ട് പരാജയപ്പെടുത്തി. അതിവിശിഷ്ടമായ ഈ ചാപം ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഇത് ബ്രഹ്മദേവനാൽ നിർമ്മിതമായ ദിവ്യാസ്ത്രമാണ്. സൂര്യതുല്യം തേജസ്സുള്ള ഈ അസ്ത്രവും ഭഗവാൻ നാരായണൻ എടുത്തുപയോഗിച്ചതാണ്. സ്വീകരിച്ചാലും. അമ്പൊഴിയാത്ത ഈ തുണീരം യുദ്ധഭൂമികളിൽ ഇതും അങ്ങയ്ക്ക് വർദ്ധിച്ച കരുത്തു പകരും. ഈ വാളും അങ്ങയ്ക്കുള്ളതാണ്. നന്ദി മഹർഷി. ഈ ദിവ്യായുധങ്ങൾ എൻ്റെ വീര്യത്തെ കൂടുതൽ ജ്വലിപ്പിക്കും. യുദ്ധഭൂമിയിൽ എന്നെ ഏറെ സജ്ജനാക്കും. ഈ ആയുധങ്ങളുടെ വൈശിഷ്ട്യം തന്നെ എന്നെ വിജയിയാക്കും. അങ്ങയെ വിജയിപ്പിക്കുന്നത് അങ്ങയുടെ വീര്യവും കരുത്തും തന്നെയാണ് രാമ. ആ വീര്യവും കരുത്തും ഋഷികുലത്തിന് ദിവ്യാനന്ദം പകരട്ടെ. ഈ രാത്രിയിൽ സീതാസമേതനായി അങ്ങ് എൻ്റെ ആശ്രമത്തിൽ വിശ്രമിക്കൂ. അങ്ങനെ ആവട്ടെ മഹർഷി. വന്നാലും
മുനിശ്രേഷ്ഠ. അഗസ്ത്യ തപോവാടം അങ്ങേക്ക് ആനന്ദപ്രദമായിരുന്നോ രാമ? തീർച്ചയായും മുനിവരിയ. ഞാനും സീതയും ലക്ഷ്മണനും അത്യാനന്ദത്തോടെ തന്നെയാണ് രാത്രി കഴിച്ചത്. നമുക്ക് സന്തോഷമായി. ഈ പ്രദേശത്തോട് എനിക്ക് സവിശേഷമായ താല്പര്യം തോന്നുന്നു മഹർഷി. തപസ്സികളുടെ ആവാസ കേന്ദ്രമായിരിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സത്യം എന്താണ്? രഘുരാമ, മഹാത്മാവായ ദണ്ഡകൻ ഉപേക്ഷിച്ചു പോയ സ്ഥലമാണിത്. പിന്നീട് അത് ശാപം കൊണ്ട് ജന്തുവിഹീനമായ പ്രദേശമായി മാറി. പിന്നെ സംവത്സരങ്ങൾക്ക് ശേഷം ഞാൻ വിന്ധ്യപർവ്വതം കടന്ന് ഇവിടെ വന്നു. ഇന്ദ്രനോട് യാചിച്ച് മഴ പെയ്യിച്ചു. തപശക്തി കൊണ്ട് ഉത്തമ വൃക്ഷങ്ങൾ മുളപ്പിച്ചു. അങ്ങനെ ഈ ഭൂമി ദണ്ഡകാരുണ്യമായി മാറി. ഇവിടുത്തെ കാറ്റിൽ പോലും ഒരു മന്ത്രസാന്നിധ്യമുണ്ട്. മരച്ചില്ലകളുടെ ചലനങ്ങളിൽ വേദമന്ത്രം ഒഴുകുന്നുണ്ട്. ആനന്ദം തന്നെയാണ് മഹർഷി ഈ ദണ്ഡകാരണ്യവാസം. അതെ, അതിൽ തർക്കമില്ല രഘുരാമ. പക്ഷേ ദുഷ്ടരാക്ഷസരുടെ ഉപദ്രവം, അതാണ് ഇന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ദുഃഖം. അവരിൽ നിന്ന് ഈ മുനികുലത്തെ അങ്ങ് രക്ഷിക്കണം. തീർച്ചയായും മഹർഷി. അഗാധമായ അറിവും ആത്മീയ ജ്ഞാനവുമാണ് ഒരുവനെ ഋഷിയാക്കുന്നത്. ഋഷിത്വത്തിൻ്റെ മാനദണ്ഡം തന്നെ അറിവാണ്. അറിവിനെ മാനിക്കുന്ന മാനവ പ്രകൃതിയാണ് ഋഷിത്വത്തെയും മാനിക്കുന്നത്.